ഹലോ, നമുക്കിന്ന് ചാർട്ട് പേപ്പറിൻ്റെ പീസ് വെച്ചിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും 4 സെൻറ്റിമീറ്റർ വീതം വിട്ടിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും അങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും തിരിച്ചും ഇപ്പുറത്തെ സൈഡിൽ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് വീഡിയോ ഒന്ന് നോക്കി അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്ക് വീണ്ടും രണ്ട് ഫോൾഡിങ്സ് കിട്ടും. ഈ രണ്ട് ഫോൾഡിങ്സിലൂടെ നമ്മൾ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഇങ്ങനെ ലൈൻ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് താഴെ ആ എൻഡിൽ കിട്ടുന്ന 4 നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എൻഡുകളും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഫൈനലി നമ്മൾക്ക് കട്ട് ചെയ്ത് കിട്ടിയതിൻ്റെ എൻഡ്സ് തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ രണ്ട് എൻഡും ഒട്ടിച്ച് കഴിയുമ്പോൾ നടുക്കുള്ള പീസും നമ്മൾക്കതുപോലെ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ബോക്സ് റെഡിയായിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു ബോക്സ് നമുക്ക് ഏത് അളവിൽ വേണമെങ്കിലും നമ്മൾ എടുക്കുന്ന അളവിലുള്ള ചാർട്ട് പേപ്പർ വെച്ചിട്ട് വലുതോ ചെറുതോ ഒക്കെ ചെയ്യാം. ഇനി കുറച്ചൊരു അലങ്കോലപ്പണിയായാലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്കർ കൂടെ മുകളിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കുട്ടി ബോക്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.